നമ്മൾ എത്ര ഭംഗിയുള്ള വീടുണ്ടാക്കി കഴിഞ്ഞാലും പലരും ലൈറ്റിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. 3 തരം ലൈറ്റാണ് ഉള്ളത്: ആംബിയൻ ലൈറ്റ്, ആക്ഷൻ ലൈറ്റ്, ടാസ്ക് ലൈറ്റ്. നമുക്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു റൂമിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലൈറ്റിങ്ങിന്റെ ഭംഗിയുടെ ആ റൂമിന്റെ ഘടന തന്നെ മാറുന്നു. അത് നമ്മുടെ മനസ്സിനും കൂടെ എഫക്ട് ചെയ്യുന്നു. ഓരോ വീടിന്റെയും ഓരോ ചുമരും നമ്മുടെ മനസ്സിനെ നന്നായി ബാധിക്കും. പ്രത്യേകിച്ച് പെയിന്റിങ്ങിലും ലൈറ്റിങ്ങിലും നമ്മൾ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ വന്നിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുണ്ട അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് വന്ന ഒരു പ്രതലക്കാണ് നമ്മൾ കാണുന്നത്, നമുക്ക് ആ ടെൻഷൻ ഒന്നും കൂടെ വർദ്ധിക്കും തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ നമ്മൾ ലൈറ്റിങ്ങിലും പെയിന്റിങ്ങിലും നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാം. ആംബിയൻ ലൈറ്റിനെ കുറിച്ച് പറയാം. ഫസ്റ്റത്താണ് ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുറികളിലും വീട്ടിലൊക്കെ ആകെ നിറം നൽകണ ഒരു ലൈറ്റാണ് ആംബിയൻ ലൈറ്റ്. ഓവ് ലൈറ്റ്, അതുപോലെ തന്നെ ചെറിയ ഒമിനി ലൈറ്റ്, ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ അടുത്ത് വരുന്നതാണ് ടാസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ടാസ്ക് ലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യണ വർക്കിംഗ് സ്റ്റേഷനിൽ, നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അവിടെ യൂസ് ചെയ്യുന്നതാണ് ടാസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത് വരുന്നതാണ് ആക്സൻ ലൈറ്റ്. ആക്സൻ ലൈറ്റ് നല്ല ചുമരൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്നും കൂടെ ഇങ്ങനെ ഭംഗിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചില ലൈറ്റുകളും തന്നെ. അതാണ് ചുമർ ചിത്രങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറ്. ഇതൊക്കെയാണ് ടാസ്ക് ലൈറ്റ്. അങ്ങനെ പലതരത്തിലും നമുക്ക് പല മോഡിലുള്ള ലൈറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓരോന്നും നമ്മുടെ വീടിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ മൂഡിനനുസരിച്ചിട്ടുള്ള, നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ള രീതിയിലുള്ള ലൈറ്റുകൾ തിരഞ്ഞെടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒപ്പം ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു.